ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുൻപ് കേട്ടു കേൾവി പോലുമില്ല. കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ്. ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ്. അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു. ജാതിമത ഭേദങ്ങൾ ഒന്നും തന്നെയില്ല. ആർക്കാണോ ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ അവർ വരട്ടെ. അനുഭവത്തിലൂടെ അവനവന്റെ മനസ്സിലെ കറകൾ ഇല്ലാതാക്കി ഭഗവാനിൽ അർപ്പിച്ച് ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങുക. ഈ സത്യം അനുഭവിച്ചറിയുക. ഇവിടെയുള്ള ദൈവത്തിന്റെ പേര് ജനകത ഔഷന്നു ഇലുഷനും ജനകത ഔഷന്നു ഇലു ഇഷാനിയുമാണ്. ഇതിനു പുറമെ നവജകന്മ എന്ന പുതിയ സൃഷ്ടിയുമുണ്ട്. അത് ഓരോ ഈശ്വരശക്തിയുടെയും ജീവചൈതന്യ രൂപത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. ഈ നവജകന്മ ഇവിടെ വരുന്ന ഓരോ സ്ത്രീകളുടെയും ശരീരത്തിൽ പ്രവേശിക്കുന്നു. അവരിൽ നിന്ന് ഈ സൃഷ്ടി ഭാരതിയമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ച് ചൈതന്യമെടുക്കുന്നു. അത് ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാം. അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി. ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ വരട്ടെ. എൻ്റെ പേര് വസന്ത എന്നാണ്. ഞാൻ നെയ്യാറ്റിങ്കര ആരങ്ങൽ ശിവക്ഷേത്രത്തിൽ നിന്നാണ് ആദ്യമായിട്ട് ഇവിടെ വന്നത്. എന്നെ ഒരാൾ ഇവിടെ കൊണ്ടുവന്നതാണ്. ഒരുപാട് കഷ്ടപ്പെട്ടപ്പോഴത്തേക്കും ഞാനിങ്ങനെ ഒരാളിൻ്റെ ആവശ്യപ്പെട്ട് ശ്രീകുമാരൻ എന്ന് പറയുന്ന ആളാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. അന്ന് ഞാൻ ഇവിടെ വന്ന് കയറിയപ്പോൾ എനിക്ക് തോന്നി ഭഗവാൻ എൻ്റെ മുമ്പിൽ നിൽക്കുന്നെന്ന് തോന്നി. ശംഭോ മഹാദേവ എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിൻ്റെ പാദത്തിൽ നമസ്കരിച്ച് കയറിയിരുന്നു. അന്ന് തൊട്ട് ഇന്ന് ഈ നാഴിക വരെ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഭഗവാൻ തന്നു. ശരീരത്തിന് നല്ല സുഖം. എനിക്ക് എപ്പോഴും അസുഖമായിരുന്നു. ഒരുപാട് അസുഖങ്ങളുണ്ടെന്ന് ഇവിടുത്തെ അമ്മ പറഞ്ഞു തന്നു. ഞാൻ അതെല്ലാം അനുസരിച്ചു. പക്ഷേ അമ്മ പറഞ്ഞത് അനുസരണ ഉണ്ടെങ്കിൽ ഇരുന്നാൽ മതി എന്നാണ് ഞാൻ അനുസരിച്ചു. പക്ഷെ എൻ്റെ മക്കൾ അനുസരിക്കുന്നില്ല. എനിക്ക് 3 മക്കളുണ്ട്. 2 പെണ്ണും 1 ആണും. ഒരു മോള് അടുത്ത് വരണമില്ല, തിരിഞ്ഞു നോക്കണതുമില്ല. 10 വർഷമായി അവൾ അകന്നു പോയിട്ട്. ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അവൾക്ക് 3 മക്കളുണ്ട്. അവർ സുഖമായി ഈ തിരുവനന്തപുരത്ത് തന്നെ ജീവിക്കുകയും ചെയ്യുന്നു. കണ്ടാൽ പോലും മിണ്ടില്ല. മോനുണ്ട്. മോന് മൈക്ക് സെറ്റായിരുന്നു. അതിലെല്ലാം നശിച്ച് ഇപ്പം വീട്ടിലുണ്ട്. മൂന്നാമത്തത് മോളാണ്. അവളൊരു രോഗിയായിരുന്നു. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത്. അമ്മ അവളെ പൈശാചിക ശക്തിയെ മാറ്റിയതിന് ശേഷം അവൾക്ക് നല്ല സുഖമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല. അവളെ ഭർത്താവും ഇവിടെ വന്ന് കണ്ടിട്ട് പോയി. അതിന് ശേഷവും അവൾ തടഞ്ഞതായിരിക്കാം, അവനും വരണില്ല. അവനിഷ്ടമുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ എൻ്റെ കാര്യങ്ങളിൽ എനിക്ക് ഒരുപാട് മാറ്റം. എൻ്റെ ഭഗവാനാണ്, അരങ്ങൽ ഭഗവാനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടു തന്നത്. ഇപ്പം എനിക്ക് അതേ പറയാനുള്ള. അദ്ദേഹത്തെ ഒരു കാലവും മറക്കില്ല. 15 വർഷം ഭഗവാനെ സേവിച്ചു. പണവും പ്രതാപവും ആശിച്ചല്ല. എനിക്ക് ശരീരസുഖത്തിന് വേണ്ടി അവസാനം ഞാൻ അവിടെ ചെന്ന് ചോദിച്ചു, എനിക്ക് ഇത്രയും കഷ്ടത മാറാതിരിക്കുന്നത് കൊണ്ട് അവിടുന്ന് ഒരു തെളിവ് തരണമെന്ന്. അങ്ങനെയാണ് ഭഗവാൻ എന്നെ ഇവിടെ എത്തിച്ചതെന്ന് എൻ്റെ വളരെ വലിയ വിശ്വാസത്തോടെ ഞാൻ പറയുന്നു. പക്ഷേ മക്കളിൽ നിന്ന് വേദന മാറണില്ല. അതിന് ഭഗവാൻ വിചാരിച്ചാലും മാറില്ല. അവർ വിശ്വസിക്കണ്ടേ? അവരൊന്നും വിശ്വസിക്കണില്ല. എനിക്ക് മൂത്രത്തരിപ്പൊന്നും മക്കൾ അറിഞ്ഞിട്ടില്ല. എൻ്റെ ഭഗവാൻ പറഞ്ഞു അലത്തറയ്ക്കൽ ഭഗവാന്റെ അടുത്ത് നിന്ന് തൊഴുതിട്ട് വരാൻ. അതിനുശേഷം ഇന്ന് വരെ ആ ശല്യമില്ല. ശ്വാസം മുട്ടലുണ്ടായിരുന്നു. എനിക്കത് ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല. ഒരസുഖവും ഇല്ല. ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നും, ഉടനെ അമ്മയെ വിളിക്കും. അമ്മ പറഞ്ഞു തരും. അമ്മ മന്ത്രം തരും. അതനുസരിച്ച് എൻ്റെ അസുഖങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. എനിക്കറിവുള്ള ആൾക്കാരോട് ഒരുപാട് പേരോട് പറഞ്ഞു കൊടുത്തു. അത് അനുസരിക്കുന്നവരുമുണ്ട്, നിഷേധിക്കുന്നവരുമുണ്ട്. ആ അനുസരിക്കുന്നവർക്ക് ഇന്നും ഒരാൾ വിളിച്ചു പറഞ്ഞു വളരെ സന്തോഷമായിരിക്കുകയാണ്. മരുന്ന് കഴിക്കാതെ ഇത്രയും അസുഖങ്ങൾ മാറിയതിൽ വളരെ സന്തോഷമെന്ന് ഇന്ന് കാലത്തും എന്നെ വിളിച്ച് പറഞ്ഞു. ഞാൻ പലരെയും കൊണ്ട് കാണിച്ചു കൊടുത്തിട്ട് അവരത് വേണമെങ്കിൽ സ്വീകരിക്കട്ടെ എന്ന് വിചാരിച്ചു. സ്വീകരിക്കുന്നവരുമുണ്ട്, ഇല്ലാത്തവരുമുണ്ട്. എൻ്റെ അനിയത്തിയും കൊണ്ട് കാണിച്ചു കൊടുത്തു. ഒരനിയത്തിയെ കൊണ്ടുവന്ന് അവളത് നിഷേധിച്ചിട്ട് പോയി. അവളിന്ന് വളരെയധികം കഷ്ടതയിലാണ്.
ഞാൻ ഒരിക്കലും അതിന് ചെവി കൊടുക്കില്ല. ഒരനിയത്തിയെ കൊണ്ടുവന്ന് അവളത് വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അവളെ മോള് എൻ്റെ മക്കളെ പോലെ തന്നെ അവരും സ്വീകരിക്കുന്നില്ല. അങ്ങനെ എനിക്ക് ഭഗവാനിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ചെയ്യാനുണ്ട്, ഇനിയും ചെയ്യാനുണ്ട്. ഞാൻ ഇനി ഭഗവാന്റെ അടുത്തേക്ക് തന്നെയാണ് ഇരിക്കുന്നത്. എനിക്കെന്നുള്ള വിശ്വാസത്തോടെയാണ് ഇരിക്കുന്നത്. എനിക്ക് ഇനിയും കാര്യങ്ങൾ വളരെയധികം കാര്യങ്ങളുണ്ട് പറയാൻ. എൻ്റെ മക്കളെ മനസ്സുകൂടി എന്നിലേക്ക് ലയിപ്പിച്ച് തരണേ ഭഗവാനെ. അവർക്ക് നല്ല ബുദ്ധി കൊടുക്കണേ ഭഗവാനെ. മക്കളെ കൊണ്ടുള്ള ദുഃഖമാണ് എനിക്കിപ്പോഴുള്ളത്. ആ ദുഃഖം എനിക്ക് ഭഗവാൻ മാറ്റിത്തരണം. എൻ്റെ മനസ്സിൽ നിന്ന് തനിയെ അവരെ മാറ്റിക്കളയാൻ സാധിക്കില്ല. അത് പോവില്ല, വേദന തന്നെയാണ്. മനസ്സിനെ മഞ്ഞുതുള്ളിയാക്കുന്നു. ഭഗവാനിൽ ചേർക്കുന്നു. വേദനൊരു സസ്യത്തെ മണ്ണിരയിൽ നിർത്തുന്നു. വെള്ളത്തുള്ളിയാക്കുന്നു. വെള്ളാരകശിനെ കൈപ്രതിമയാക്കുന്നു. നറുതെ നിറച്ച കുംഭകുടത്തെ വ്യാധി ഔഷധമാക്കുന്നു. നല്ല കളിച്ച ദൈവം കുംഭതിന്മയെ നന്മയാക്കി മാറ്റുന്നു. നാമങ്ങൾ നന്നായി ചൊല്ലിക്കൊണ്ട് മതിയെ മുക്തിമതിയാക്കുന്നു. നറുകൊണ്ടേ സുഗന്ധമാക്കി മാറ്റുന്നു. പമ്പയെ കുഴിച്ചുകൊണ്ട് പാപത്തെ പുണ്യമാക്കി മാറ്റുന്നു. പലരിൽ കയറിക്കൊണ്ട് അജ്ഞാനത്തെ ജ്ഞാനമാക്കി മാറ്റുന്നു. പഞ്ചാമൃതം കഴിച്ചുകൊണ്ട് അശുദ്ധിയെ ശുദ്ധിയാക്കി മാറ്റുന്നു. പാടകെ പുത്രത്തെ കാമിച്ചുകൊണ്ട് വൈദ്യയെ മിത്രമാക്കി മാറ്റുന്നു. മത്സ്യാവതാരം കൊണ്ട് കവർന്നലെ നേട്ടമാക്കി മാറ്റുന്നു. കൂർമാവതാരം കൊണ്ട് പൃഥ്വിയെ വൃത്തിന്റെയമാക്കി മാറ്റുന്നു. വരാഹമായി അവതരിച്ചുകൊണ്ട് വ്യക്തമായതിനെ വീണ്ടെടുത്ത് ലാഭമാക്കുന്നു. നരസിംഹാവതാരം ഈശ്വരനാക്കി മാറ്റുന്നു. വാമനാവതാരം കൊണ്ട് വിയോജിപ്പിനെ യോജിപ്പാക്കി മാറ്റുന്നു. പരശുരാമവതാരം കൊണ്ട് പിശാചിനെ ദൈവമാക്കി മാറ്റുന്നു. ശ്രീരാമ അവതാരം കൊണ്ട് അസത്യത്തെ സത്യമാക്കി മാറ്റുന്നു. ശ്രീബലരാമ അവതാരം കൊണ്ട് ബലത്തെ ബലവത്താക്കി മാറ്റുന്നു. ശ്രീകൃഷ്ണാവതാരം കൊണ്ട് കാമത്തെ നിഷ്കാമമാക്കി മാറ്റുന്നു. കൈകി അവതാരം കൊണ്ട് വിഭക്തിയെ ഭക്തിയാക്കി മാറ്റുന്നു. സത്യമാക്കി മാറ്റുന്നു. ദീപം തെളിച്ചുകൊണ്ട് ഇരുട്ടിനെ വെളിച്ചമാക്കി മാറ്റുന്നു. ദീപാരാധന കൊണ്ട് അഴുക്കിനെ അഴകാക്കി മാറ്റുന്നു. ദീപാവലി ആഘോഷിച്ചുകൊണ്ട് അസുരനെ സുരനാക്കി മാറ്റുന്നു. വിശുദ്ധനെ കണ്ടുകൊണ്ട് ക്ഷാമത്തെ ക്ഷേമമാക്കി മാറ്റുന്നു. കാർത്തിക ദീപം തെളിച്ചുകൊണ്ട് അധർമ്മത്തെ ധർമ്മമാക്കി മാറ്റുന്നു. കന്യാകുമാരിയെ ദർശിച്ചുകൊണ്ട് കന്യകയെ ഭക്തയാക്കുന്നു. കൈലാസം ദർശിച്ചുകൊണ്ട് മിഥ്യയെ സത്യമാക്കി മാറ്റുന്നു. കൈലേശേശ്വരൻ കുതിച്ചുകൊണ്ട് നിഗ്രഹത്തെ സ്ത്രീയാക്കി മാറ്റുന്നു. മകയിരം കരിയെ നിഷ്കളങ്കമാക്കി മാറ്റുന്നു. കണ്ണീർ കണങ്ങളെ മണിമുത്തായി മാറ്റുന്നു. കൈപ്പായ ചിന്തയെ തേൻതുള്ളിയാക്കുന്നു. കഠിനവേദനയെ പുഷ്പതലമാക്കുന്നു. കലുഷ മനസ്സിനെ മഞ്ഞുതുള്ളിയാക്കുന്നു. അമ്മ തന്ന പാട്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അതിനെ അമ്മ വീഡിയോയിൽ എടുത്തിരിക്കുകയാണ്. പിന്നെ എനിക്ക് ഇത്രയും വലിയ ഭാഗ്യം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. എനിക്ക് ഇത്രയും സുഹൃതം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എല്ലാവരും ചവിട്ടി തേച്ചിട്ടെങ്കിൽ എനിക്ക് ഭഗവാൻ എന്നെ താങ്ങിയെടുത്തല്ലോ. ഭഗവാൻ ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ശംഭോ മഹാദേവ. ക്ഷേത്രത്തിലെ എൻ്റെ ഭഗവാൻ തന്ന ഭാഗ്യമാണ് എനിക്കത്.
ലോകരെല്ലാവരും അറിയട്ടെ, ലോകരെല്ലാവരും അറിയണം ഞാൻ ഇത്രയും ചെയ്തു എന്നുള്ളത്. ഇന്നും പോയി ഭഗവാനെ തടയിൽ ചെന്ന് വെളിയിൽ നിന്ന് തൊഴുതിട്ടൊന്നും അകത്ത് കയറ്റൂലല്ലോ ഭഗവാന്. ഒന്നും കൊണ്ട് കൊടുക്കാനില്ല, ഒരു പൂവളമാല അത്രയേ എനിക്ക് കിട്ടിയുള്ളൂ. ഭഗവാനെ രക്ഷിക്കണേ, എൻ്റെ മക്കളെ സ്വഭാവം മാറ്റി തരണേ, എനിക്കത് മാത്രമേ ആഗ്രഹമുള്ളൂ. സ്വത്തെന്തിന് പണമെന്തിന്, മക്കളാണ് വലുത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.